ഹലോ, എല്ലാവർക്കും അമ്മാമ്മയും കുഞ്ഞൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇടിയപ്പം കൊണ്ടുള്ള ഒരു ബിരിയാണി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുഞ്ഞൂസ് ഇവിടെ അടുത്തിരിപ്പണ്ടട്ടാ. കുഞ്ഞൂസ് ഓരോന്നൊക്കെ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കണേണ്. എല്ലാം നോക്കി കണ്ടൊക്കെ നോക്കണേണ് കുഞ്ഞൂസ്. ഇവിടെ ഒരു 10 ഇടിയപ്പം ഇരിപ്പുണ്ട്, ഒരു 300 ഗ്രാം ബീഫ് ഇരിപ്പുണ്ട്, പിന്നെ സവാള 3 സവാള ഇരിപ്പുണ്ട്, ഒരു തക്കാളി ഇരിപ്പുണ്ട്, മല്ലിയില, പച്ചമുളക്, ഇഞ്ചി, പട്ട, കരയാമ്പൂ, ഏലക്കായ ഇത്ര ഇരിപ്പുണ്ട്, 20 വെളുത്തുള്ളി ഇരിപ്പുണ്ട്, 1 സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് നെയ്യ്, പാകത്തിന് ഉപ്പ്. എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്കിത് ഈ ഇടിയപ്പം ഒന്ന് പൊടിച്ചെടുക്കാം. ഇടിയപ്പം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ ആ ബിരിയാണിയുടെ ആ സൈസിലൊക്കെ നമുക്കൊന്ന് ഇങ്ങനെ ആക്കിയെടുക്കാം. നമുക്ക് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, സവാള തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കൂടി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിത് പാനടപ്പത്ത് വെച്ചിട്ട് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കാം. കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കൊന്ന് 3 കൂടി അരച്ച് വെച്ചേക്കണം. നമുക്കൊന്ന് അതിനകത്ത് ചേർത്തൊന്ന് വഴറ്റി പച്ചമണം മാറിക്കഴിയുമ്പോൾ, മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള ഇടാം. സവാള ഇട്ടിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ആ സവാള ഒന്ന് വഴറ്റി കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ പച്ചമണമൊക്കെ മാറി നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് വരണമെങ്കിൽ അതിൻ്റെ ഒരു പച്ചമണം മാറണം. ഉപ്പൊക്കെ ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം. നമുക്ക് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി കിട്ടും എന്നാണ് പറയണത്. അപ്പോൾ അത് കാരണം ഞാനിവിടെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇത്തിരി ഉപ്പിട്ടിട്ടാണ് ഞാൻ സവാളയൊക്കെ ഒന്ന് വഴറ്റുന്നത്. പെട്ടെന്ന് വാടി കിട്ടാറുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ആ പട്ട, കരയാമ്പൂ, ഏലക്കായ അതും കൂടി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ചേർക്കാം. അപ്പം നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നവരെ ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഈ പൊടികൾ, നമ്മൾ എടുത്തു വെച്ചേക്കണ എല്ലാ പൊടികളും കൂടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. നമുക്ക് എല്ലാ പൊടികളും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക്, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മൂത്ത് ഒരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി അരിഞ്ഞു വെച്ചേക്കാം. ഒരു തക്കാളി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. മല്ലിയിലയുടെ പകുതി എടുക്കാം നമുക്ക് കേട്ടോ. പകുതി എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഈ തക്കാളി വേകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി, തക്കാളി നമുക്കൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് അത് കുക്കറിലേക്ക്, നമുക്ക് ബീഫിൻ്റെ കുക്കറിലേക്ക് നമുക്ക് ആക്കാം. കുക്കറ് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് കുക്കറിനകത്തേക്ക് ശരിക്കും ബീഫിലേക്ക് പിടിക്കണമല്ല. നമ്മളെല്ലാം ഇളക്കി എല്ലാം ശരിയാക്കിയൊക്കെ എടുക്കണേന്. നമുക്ക് ശരിക്കും കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ ഫുള്ളിലും 25 മിനിറ്റ് സിമ്മിലും വെച്ച് നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. വിസിൽ വന്ന് നമുക്ക് അത് കുറച്ച് വെക്കാം. ഇപ്പം നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട്. നല്ലോണം വെള്ളമൊക്കെ വറ്റി, കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? നല്ലോണം വെള്ളമൊക്കെ വറ്റി നല്ല ബീഫ് നല്ല വെന്ത് നല്ല കുഴഞ്ഞ ഇതിലായിട്ടുണ്ട്. നമുക്കിത് ഇറക്കി വെച്ചിട്ട് ഒരു പാൻ അടപ്പത്തേക്ക് വെക്കാം. ആ പാൻ അടപ്പത്ത് വെച്ചിട്ട് നമ്മൾക്ക് ഈ ബീഫ് ഇതിനകത്തേക്ക് ചൊരിഞ്ഞിടാം. നമുക്ക് ഈ പാത്രത്തിലേക്ക് ചൊരിഞ്ഞിടാം. അധികം വെള്ളമൊന്നുമില്ല, നല്ല പാകത്തിനൊക്കെ വെന്തൊക്കെ ഇരിക്കണം. അതിനകത്തേക്ക് നമുക്ക് ഈ ഇടിയപ്പവും കൂടി നമുക്ക് ചേർത്ത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് നല്ല ശരിക്കും മിക്സ് ചെയ്യണം കേട്ടോ. നല്ല ശരിക്കും എല്ലാം കൂടെ നമുക്ക് എല്ലാം ചേർന്ന വിധത്തിൽ നല്ലോണം ശരിക്കും മിക്സ് ചെയ്യണം. ശരിക്കും ഇപ്പുറത്ത് നമുക്കൊരു പാനിൽ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പ്
നല്ല പൊടി പോലത്തെ അണ്ടിപ്പരിപ്പാണ്. അണ്ടിപ്പരിപ്പ് നമ്മളത് നല്ല ശരിക്ക് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഈ ബിരിയാണിയിലേക്ക് ചേർക്കാം. നമുക്ക് ആ ബിരിയാണിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായിട്ടൊന്ന് നല്ല ശരിക്ക് ഇളക്കി എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് നമുക്ക് എടുക്കാം. ഇത് നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇടിയപ്പം ബിരിയാണി എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടവും. പിള്ളേർക്കൊക്കെ രാവിലെ ആണെങ്കിലോ വൈകിട്ടാണെങ്കിലോ പിള്ളേർക്ക് കൊടുത്താൽ പിള്ളേർക്ക് നല്ല ഇഷ്ടവും. നമുക്ക് വീട്ടിൽ ബാക്കി വരുന്ന ഇടിയപ്പമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കാം. എല്ലാവരും ഇത് ഉണ്ടാക്കണം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണേണ്. കുഞ്ഞൂസ് വീണ്ടും പോയി. സൂപ്പറാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നാളെ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി.